ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. സന്ദർഭത്തിൽ ഓരോരുത്തരും ഒരാൾ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ആയിട്ടുണ്ട് ബന്ധപ്പെട്ടി ഉണ്ടാവും. അതിനൊക്കെ രാജേന്ദ്രൻ പോകില്ല. രാജേന്ദ്രൻ ബന്ധപ്പെടുന്നില്ല എല്ലാവരും എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രശ്നമില്ല. പക്ഷേ രാജേന്ദ്രൻ പോകില്ല. അത് ഈ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രതിസന്ധിയാണ്. കാരണം കോൺഗ്രസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസായിരുന്നു. ആ കേസ് വഴിക്ക് വെച്ച് ഈ മാത്യു കുളനാടൻ ഉടച്ചു കളഞ്ഞു. ആ ഉടച്ചു കളഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് അവരുള്ളത്. മനസ്സിലായ? അത് പൊളിച്ചു കളഞ്ഞില്ലേ? അവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നല്ലേ? ഇനി അടുത്ത തലമുറ കൊണ്ടുവരണ്ടല്ലേ? അപ്പോഴേക്കത് പൊളിഞ്ഞില്ലേ? ആ പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഈ കുളനാടനാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് കുളനാടനും കോൺഗ്രസും തമ്മിൽ നല്ല തർക്കത്തിലാണ്. അതുകൊണ്ട് അവർ പ്രതികരിക്കാതെ അവരുടെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കുളനാടൻ്റെ ഇടപെടലുണ്ടായത് എന്നർത്ഥം. ശരി. MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തെ പിന്തുണയ്ക്കുകയാണ് CPIM. വിദേശ സന്ദർശനത്തെക്കുറിച്ച് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. സ്വന്തം പണം കൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങേണ്ടിയുണ്ട്. ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഉഷ്ണതരംഗം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കേരളം ഉപേക്ഷിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വിദേശ സന്ദർശനത്തിലാണ് പാർട്ടി പൂർണ്ണമായും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത്. വിദേശത്തേക്ക് പോയിട്ടുള്ളത് പാർട്ടി അറിഞ്ഞിട്ടാണ് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ മാസപ്പടി കേസിൽ ഏത് തരത്തിലേക്കാണ് ഇടപെടൽ നടത്തിയത്? മാത്യു കുഴൽനാടനും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കമാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ ഇത് കോൺഗ്രസ് പൊക്കിക്കൊണ്ടുവന്ന കേസാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ ഇതിൽ ഇടപെടൽ നടത്തുന്നു. പിന്നീട് കേസ് ഒന്നുമല്ലാതായി പോകുന്നത് ഉണ്ടാകുന്നു. എന്നിപ്പോൾ പ്രതികരണ ശേഷി പോലും നേതാക്കളുടെ ഇത് തകർക്കുന്ന ഇടപെടലാണ് മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായുണ്ട്. ഷഫീദ്, വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം, അതിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാകുമ്പോൾ അതിൽ പ്രതികരിക്കുന്നു. മാത്യു കുഴൽനാടൻ്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാപ്പ് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാപ്പ് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതടക്കം വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം, വിശദാംശം. ഹരിജ, 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPIMന്റെ നിലപാട് വ്യക്തമാക്കി. ഏറ്റവും പ്രധാനമായും ഈ മാസപ്പടി ഹർജിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടന്റെ ഹർജി കോടതി തള്ളിയത് അത് കോൺഗ്രസിലെ ആഭ്യന്തര കലഹമായി മാറി എന്നതുൾപ്പെടെയുള്ള പ്രതികരണം ഇന്ന് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതിലേറ്റവും പ്രധാനം, മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. വ്യക്തമായ കോടതി വിധി വന്നിട്ടും വലതുപക്ഷ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മാത്രവുമല്ല, കള്ളപ്പരാതി ഉന്നയിക്കുന്ന വ്യവഹാരിക്ക് കോടതിയിൽ തിരിച്ചടി കിട്ടിയെന്നും എന്നിട്ടും മാത്യു കുഴൽനാടൻ മുൻപ് പറഞ്ഞതുപോലെ മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പ്രതികരണവും ഇന്ന് MV ഗോവിന്ദൻ നടത്തി. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടി മാത്യു കുഴൽനാടൻ നേരിടുകയാണെന്നും എന്നിട്ടും ഈ മാപ്പ് പറയേണ്ട ബാധ്യത കുഴൽനാടൻ ഉണ്ടെന്നും MV ഗോവിന്ദൻ CPIMന്റെ നിലപാടായി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു കോടതിയിൽ പോയാലും ഉള്ളി തൊലിച്ച പോലെയാകും ഈ കേസ് എന്നുള്ളതും ഇന്ന് CPIM നിലപാടായി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശത്തേക്കുള്ള സ്വകാര്യ യാത്രയെ അതിനെ പൂർണ്ണമായും ന്യായീകരിക്കുക കൂടിയാണ് CPIM. യാത്ര നടത്തണമെങ്കിൽ നിരവധി കടമകൾ കടക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്തേക്ക് പോയതെന്നും ഇന്ന് MV ഗോവിന്ദൻ പറയുന്നു. കൂടാതെ അതിപ്പോ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയും കാരണമാണെന്നും ജൂൺ 4 വരെ നയപരമായ തീരുമാനമെടുക്കാനാവില്ല. വിദേശകാര്യ സഹമന്ത്രി അടക്കം മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായ പ്രചാരണത്തിന് നേതൃത്വം നൽകി. അവരോടൊക്കെ CPIMന് സഹതാപം മാത്രമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകുന്നുണ്ട്. ഇതിനു മുൻപും മുഖ്യമന്ത്രിമാർ സ്വകാര്യ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ മുഖ്യമന്ത്രി കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല.
മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ചെലവ് ഉൾപ്പെടെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ച് തന്നെയാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പടി കൂടി കടന്ന KPCC അധ്യക്ഷൻ K സുരേന്ദ്രനെ കാര്യമായ ഒരു വിമർശനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഭീഷണി ഉയർത്തിയാണ് K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നതെന്നും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, വിവിധ വിഷയങ്ങളിൽ, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, ഇപ്പോൾ വിവാദമായിരിക്കുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം, മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് സംഭവിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്.